ഓക്കെ. ഹലോ എവരിവൺ. അപ്പോൾ ഇതൊരു എപ്പിസോഡ് നമ്പർ 1 ആണ്. ലേണിംഗ് എപ്പിസോഡ്സ്. അതായത് നമുക്ക് മാർക്കറ്റിന് കംപ്ലീറ്റ് ബേസിക്കിൽ നിന്ന് എങ്ങനെ അഡ്വാൻസ് ലെവലിലേക്ക് വരാൻ നമുക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ പഠിക്കാൻ പറ്റും. അപ്പോൾ അതിൽ നമുക്കൊരു ചാപ്റ്റർ 1 എപ്പിസോഡ് 1 എന്തായിട്ട് വേണമെങ്കിലും കൂട്ടാം. അതിനകത്ത് നമുക്കൊരു ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് വരുന്നത് ഫോറക്സ് എന്നാണ്. അതായത് എന്താണ് ഫോറക്സ്? ഫോറക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ഓർ എഫ്എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വേർഡിന്റെ അർത്ഥം ഫോറിൻ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു വേർഡിന്റെ ഷോർട്ട് ഫോം ആയിട്ട് വിളിക്കുന്ന ഒരു പേരാണ് ഫോറക്സ് അല്ലെങ്കിൽ എഫ്എക്സ്. അതേപോലെ തന്നെയാണ് ഫോറക്സ് ഈസ് ദ ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് പ്ലേസ് ഫോർ ബൈയിങ് ആൻഡ് സെല്ലിംഗ് കറൻസീസ്. അതായത് മാർക്കറ്റിൽ ഫോറക്സ് ഒരു ഗ്ലോബൽ ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് ആണ്. ഡീസെൻട്രലൈസ്ഡ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ കൺഫ്യൂഷൻ ആക്കണ്ട. നമുക്ക് ഏതൊരു കൺട്രിയിൽ നിന്നും ഏതൊരു കോർണറിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. ആർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പം അതൊരു ഡീസെൻട്രലൈസ്ഡ് അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതിനകത്ത് എന്താ നടക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് കറൻസീസ്. അതാണ് നമുക്ക് ആ വേർഡിലുള്ളത്. ഫോറിൻ എക്സ്ചേഞ്ച് സംഭവിക്കുകയാണ്. അപ്പോൾ കറൻസീസ് ആണ് ഇവിടെ എക്സ്ചേഞ്ച് ആവുന്നത്. അത് ബൈയും സെല്ലും ആണ് പ്രോസസ്സ് നടക്കുന്നത്. പിന്നെ അതേപോലെ ഇതിൽ പറയുന്നത് ഇറ്റ് ഈസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് എന്നാണ്. അതായത് നമുക്കിപ്പം വേറെ മാർക്കറ്റ്സോട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ വേറെ ഫൈനാൻഷ്യൽ മാർക്കറ്റ്സുകളുണ്ട് ഇല്ലേ? ഷെയർ മാർക്കറ്റ് ഉണ്ട്, ക്രിപ്റ്റോ മാർക്കറ്റ് ഉണ്ട്, ഫോറക്സ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതേപോലത്തെ മാർക്കറ്റ്സുകളോട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ഏറ്റവും വലിയൊരു ഫൈനാൻഷ്യൽ മാർക്കറ്റാണ് ഈ ഫോറക്സ് എന്ന് പറഞ്ഞത്. അതിനകത്ത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ഓവർ 6.6 ട്രില്യൺ. ഇപ്പോൾ അത് 7.5 7 ട്രില്യത്തിന് മുകളിലാണ് ഇപ്പോഴത്തെ വോളിയം വരുന്നത്. ഓൾഡ് ഡേറ്റയാണ്. അപ്പം പിന്നെ ഡെയിലി ടേൺ ഓവർ, അതായത് ഇപ്പോൾ ഒരു മന്ത്ലിയോ വീക്ക്ലിയോ അല്ല പറഞ്ഞേക്കുന്നത്, ഇതിന്റെ ഡെയിലി 24 അവർ വോളിയമാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്തേക്കുന്നത്. 6.6 ട്രില്യൺ. അത്രയും പൈസ മാർക്കറ്റിലേക്ക്, അതായത് ഈ ഫോറക്സ് മാർക്കറ്റിലേക്ക് കയറി ഇറങ്ങി പോവുകയാണ്. അതേപോലെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഈ ഫോറക്സ് മാർക്കറ്റ് വർക്ക് ആവുന്നത്. ഇപ്പോൾ നമുക്കൊരു ഇന്ത്യൻ ഷെയർ മാർക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് 9 o'clock ഓപ്പൺ ആവുന്നു, 3 PM ക്ലോസ് ആവുന്നു. ഇപ്പോൾ ക്രിപ്റ്റോ ആണെങ്കിൽ 24/7 ആണ്, 24 മണിക്കൂറും 7 ദിവസവും റണ്ണിങ് ആണ്. പക്ഷേ ഇവിടെ ഫോറക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യണത് 24/5 ആണ്. അതായത് ഒരാഴ്ചയിൽ 5 ദിവസം 24 മണിക്കൂറും ഉണ്ട്. അതിൽ ചില സെഷൻ ഗ്യാപ്സുകളും സെഷൻ ബ്രേക്സുകളും വരുന്നുണ്ട്. എന്നാലും കണ്ടിന്യൂസ് 24 hours മാർക്കറ്റ് ഇൻ എ ഡേ ആക്റ്റീവ് ആണ്. 24/5, അതായത് 5 ഡേയ്സിൽ സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഷട്ട് ഡൗൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് വിത്ത് വെറൈറ്റി ഓഫ് പാർട്ടിസിപ്പൻസ് ലൈക്ക്, അതായത് പാർട്ടിസിപ്പൻസ് നമുക്ക് ഈ മാർക്കറ്റിൽ ഈ $6.6 ട്രില്യൺ എന്നൊരു വോളിയം വരുന്നത്. അപ്പോൾ ആരൊക്കെ ആയിരിക്കും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്? ഇതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇതിലെ പാർട്ടിസിപ്പൻസിനെ എടുത്ത് പറയുകയാണെങ്കിൽ സെൻട്രൽ ബാങ്ക്, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബിസിനസ്, ഹെഡ്ജ് ഫണ്ട് ആൻഡ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ്. സെൻട്രൽ ബാങ്ക്സും ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതൊക്കെ ലാർജ് സ്കെയിൽ ഓഫ് എമൗണ്ട് മാർക്കറ്റിലേക്ക് ഡംപ് ചെയ്ത് മാർക്കറ്റിനെ കോൺസ്റ്റന്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് പാർട്ടിൽ വരുന്നതാണ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സ്, അതായത് നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ്. അപ്പം നമ്മളും ഇതേപോലത്തുള്ള വലിയ ഫണ്ട് ഇൻവോൾവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാരും ഇൻവോൾവ് ആവുമ്പോൾ ഉണ്ടാവുന്ന വോളിയം, അതാണ് ഈ ഫോറക്സ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പം ഇവരെയൊക്കെ എന്ത് വിളിക്കാം? പാർട്ടിസിപ്പൻസ് എന്ന് വിളിക്കാം. സോ ഇതിൽ നമുക്ക് അതിനുശേഷം നമുക്ക് കാണാം എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് എവറി സെക്കൻഡ് കീപ്പിംഗ് ദ മാർക്കറ്റ് ഇൻ കോൺസ്റ്റന്റ് മോഷൻ. അതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ പാർട്ടിസിപ്പൻസ് മാർക്കറ്റിൽ ഇൻവോൾവ് ആകുമ്പോൾ ലൈക്ക് ഇപ്പോൾ ഹ്യൂജ് എമൗണ്ട് ലൈക്ക് 6.6 ട്രില്യൺ 7 ട്രില്യൺ ഈ ഒരു വോളിയം മാർക്കറ്റിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഈച്ച് സെക്കൻഡ്സിലും മാർക്കറ്റിന്റെ റേറ്റ്സ് കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കീപ്പിംഗ് ദ മാർക്കറ്റ് ഇൻ എ കോൺസ്റ്റന്റ് മോഷൻ, അതായത് ഒരു സ്റ്റോപ്പിംഗ് ഇല്ലാത്ത രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതായത് മുകളിലേക്കോ താഴേക്കോ ഇങ്ങനെ മൂവ് ചെയ്താണ്. ഇപ്പൊ കറൻസീസ് ആർ ട്രേഡഡ് ഇൻ പെയർസ്. അതാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറൻസീസ് ആണ് ട്രേഡ് ചെയ്യണത്. അതും ഇവിടെ നമുക്ക് ഈ കറൻസീസ് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് ആയിട്ടാണ്. ഇപ്പം നമുക്കിപ്പോൾ യൂറോ ഒരു കറൻസിയാണ്. ആ യൂറോ നമുക്ക് ഒറ്റയ്ക്ക് യൂറോ മാത്രം നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അതിനൊരു പെയർ വരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും, യൂറോ USD. അപ്പം മിക്ക ബിഗിനേഴ്സിനും ഡൗട്ട് വരുന്നതാണ്, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ യൂറോ/USD എന്ന് എഴുതി വെക്കുന്നത്? അതുകൊണ്ടാണ് അതിന്റെ പെയർ എന്ന് വിളിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം ഇഫ് ദ പ്രൈസ് ഫോർ യൂറോ USD ഈസ് 1.16, ഇതിനകത്ത് വേരിയേഷൻ ഉണ്ട്, കറക്റ്റ് അല്ല. നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ മനസ്സിലാക്കാൻ ഇപ്പോൾ 1.10006 അങ്ങനെയൊക്കെ ആയിരിക്കും ഡെസിമൽസ് വരുന്നത്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ഇപ്പം നമുക്ക് ഇതിനെ രണ്ടായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഒന്ന് ബേസ് കോട്ടായിട്ട്. ഇപ്പോൾ യൂറോ എന്ന് പറയുന്നത് ഒരു ബേസ് കറൻസിയും കോട്ട് എന്ന് പറയുന്നത് USD ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഈ 1.16 എന്ന് പറയുന്നത് ഈ പെയർ എന്ന് പറഞ്ഞത് കൊണ്ട് ഈ രണ്ട് വാക്കുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പം അതിന്റെ വിലയാണ് ഈ കൊടുത്തത് 1.16. അതെന്താണ് ആ വിലയെന്ന് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പം ഒരു യൂറോ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേരൻ്റെ കൂടെ ഉണ്ട് USD. ഞാൻ USD ആണ് ട്രാൻസാക്ട് ചെയ്യാൻ പോണത്. അപ്പോൾ USD ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ $1.16 സ്പെൻഡ് ചെയ്താൽ എനിക്ക് ഒരു യൂറോ കിട്ടും. അതായത് ഇഫ് യു നീഡ് 1.16 ടു ബൈ $1 ബേസ്, അതെന്ന് വെച്ചാൽ നമുക്ക് കോട്ട് ബേസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. കോട്ട് എന്താണ് ഇവിടെ വരുന്നത്? USD. നമുക്ക് $1.16 വേണം ഒരു യൂറോ മേടിക്കാൻ. അപ്പോൾ ഇതാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് ഫോറക്സ് എന്താണെന്നും പാർട്ടിസിപ്പൻസ് എന്താണെന്നും വോളിയം എന്താണെന്നും അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ഡേയ്സ് എന്താണെന്നും കറൻസീസ് പെയർ എന്നുള്ള ഒരു ബേസിക് ലെവൽ ഓഫ് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത്.
ഇനി നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആണ് സെക്കൻഡറി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അത് പിപ്പ് ആൻഡ് കാൽക്കുലേഷൻസ് ആയിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഡൗട്ട്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ആൻഡ് സെക്കൻഡ് ടോപ്പിക് വിൽ ബി മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ബിഗിനേഴ്സ്. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡ് നമ്പർ 2 നമ്മൾ ചെയ്യും. ഓക്കെ, സി യു.